പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒരു ഭാഗത്ത്. ഇനി എന്താ മറ്റത്? എന്താണ് PV അൻവറിനെ മാറ്റി നിർത്തിയിട്ടും നിലമ്പൂരിൽ ജയിക്കും അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാ? ആരാ പറയുന്നത്? ഈ UDFന്റെ ചെയർമാൻ. നിങ്ങൾക്ക് മാറ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. നോ, നത്തിങ്. ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ബഹുമാനപ്പെട്ട ഈ AICC സെക്രട്ടറി ഞാനൊന്ന് പറഞ്ഞു, എനിക്ക് പ്രതീക്ഷ KC-യിലാണ്, എൻ്റെ പഴയ നേതാവ് കൂടിയാണ്. 3 മണിക്കൂർ കോഴിക്കോട് ഞാൻ കാത്തിരുന്നു ഒന്ന് കാണാനൊന്ന് പറയാൻ ഇതാണ് വസ്തുത എന്ന്. തിരിച്ചു പോരേണ്ടി വന്നില്ലേ? കേസിനോട് എനിക്ക് അതിൽ ഒരു വിരോധമില്ല. അദ്ദേഹം അങ്ങേയറ്റം പരിശ്രമിച്ച എന്താ എൻ്റെ ഗ്രീവിയൻസ് ആണെന്ന് പറയട്ടെ. ക്ലാസ് ടീച്ചറോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ഹെഡ്മാസ്റ്ററോടല്ലേ നമ്മൾ പറയാ? വില്ലേജ് ഓഫീസിൽ പ്രസിഡന്റായാൽ തഹസിൽദാരോട് പറയില്ലേ? തഹസിൽദാരോട് പറഞ്ഞിട്ടും പരിഹരിച്ചില്ലെങ്കിൽ കലക്ടറോട് പറയില്ലേ? കലക്ടറോടും പറഞ്ഞിട്ട് പരിഹരിച്ചില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയോട് പറയില്ലേ? ആ ഒരു ചെറിയ നീതി. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്ന് പറയും നമ്മൾ പണ്ടത്തെ ആളുകൾ. അവിടുന്ന് വിട്ടില്ലേ? എങ്ങോട്ടേക്കായി പോണത്? PV അൻവർ ഇല്ലാതെ UDFന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാ? ആരാ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞു? അദ്ദേഹം കുറച്ച് വോട്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ എൻ ബ്ലോക്കായിട്ട്. ഞാൻ മിനിയാന്ന് നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ പിന്നിലൊരു നിഗൂഢതയുണ്ട്. ഞാനും അദ്ദേഹം തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല, വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല. ഉണ്ടായിരുന്ന വിഷയങ്ങൾ മുഴുവൻ പബ്ലിക്കിനോട് കാര്യം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഹൃദയത്തെ തൊട്ട് പറഞ്ഞു കേട്ടോ, സോറി, അങ്ങനെ പറ്റിപ്പോയി. ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്. എന്നോട് നിങ്ങൾ പുറക്ക് നിങ്ങളെ വീട്ടിൽ വരണോ? ഞാൻ ചോദിച്ചാൽ വേണ്ടെന്ന് പറയാം. അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ല. ആ വിഷയം എൻ്റെ ഹൃദയത്തോട്ട്. ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ല. പിന്നെ എന്താ അൻവറിന് ഇത്ര വലിയ പ്രശ്നം? അതിനൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ് എന്ന് ജനങ്ങൾ വിലയിരുത്തും. പിന്നെ ഞാൻ ഇനി അതിലേക്കില്ല. ഞങ്ങളോട് പറയാം, ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. ഒരുപാട് ചർച്ചകൾ നടത്തി. ആരെ നിർത്തിയാലും സഹായിക്കാം, പിന്തുണക്കാമെന്ന് പറഞ്ഞു. ഷൗക്കത്തിനെ അംഗീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞു, വിശ്വാസ്യതയ്ക്ക് അടിസ്ഥാനം വിശ്വാസമാണ്. അത് പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സിനോടും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് ആവണം. എനിക്ക് ഒരു രേഖാപരമായിട്ട് ഒരു കടലാസ് തരണം, അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയണം. UDFനെ ഘടകകക്ഷിയാക്കും, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കി ഇപ്പം പ്രഖ്യാപിക്കണം. ഞാനൊരു ഉറച്ച സീറ്റ്, എൻ്റെ സിറ്റിംഗ് സീറ്റാണല്ലോ കൊടുത്തത്. അത് ജനങ്ങളോട് പറയാണ്. എനിക്കൊരു അധികാരവും വേണ്ടെന്ന് പറഞ്ഞിറങ്ങിപ്പോന്നവനാ. പക്ഷെ ഇവരെല്ലാം പാടെ കൂടിയിട്ട് എന്നെ ചവിട്ടിയിട്ട് മൂലക്കലാക്കും. എനിക്ക് നാളെ ജനങ്ങളുടെ വിഷയം പറയണമെങ്കിൽ, കേരളത്തിൻ്റെ നിയമസഭയിൽ പറയണമെങ്കിൽ, ഈ പിണറായി സത്തെ തോൽപ്പിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ എനിക്കൊരു സിറ്റിംഗ് സീറ്റ് വേണം എന്ന് ഞാൻ ഇപ്പം പറഞ്ഞു. മുമ്പ് എനിക്ക് വേണ്ടായിരുന്നു. കാരണം ഈ കാര്യങ്ങൾ പരിഗണിച്ച് ചെയ്യല്ലോ.